ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് 2024 ജൂണിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള 5 കിടിലൻ ഫോണുകളാണ്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചാൽ ഞങ്ങളുടെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് അധികം നാളുകളായില്ല. നിങ്ങളെല്ലാം സപ്പോർട്ട് കൊണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ജൂണിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഐക്യൂയുടെ ഒരു നല്ല മോഡലാണ് ഐക്യു Z9 ടർബോ. ഇത് ഏതാണ്ട് ഒരു 30,000 രൂപ റേഞ്ചിൽ വരാനാണ് സാധ്യതയുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സ്നാപ്ഡ്രാഗൺ 8S Gen 3 പ്രൊസസ്സർ, പിന്നീട് 6.78 ഇഞ്ച് ഡിസ്പ്ലേ, 144 Hz റിഫ്രഷിംഗ് റേറ്റ്, 12 GB റാം, 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. അതുപോലെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറയാണ് റിയർ ക്യാമറയിൽ വരുന്നത്. അത് 50 മെഗാ പിക്സൽ, പിന്നെ 8 മെഗാ പിക്സൽ, അങ്ങനെ 2 ക്യാമറയാണ് റിയർ ക്യാമറയിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലാണ്. 6000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പും 80 വാട്ട് ചാർജിങ്ങുമാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് ജൂൺ ഏതാണ്ട് പകുതിയോടുകൂടി ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. പ്രൈസ് റേറ്റ് വരുന്നത് ഏതാണ്ട് 29,999 രൂപ. അതുപോലെ തന്നെ ജൂണിൽ ലോഞ്ച് ചെയ്യുന്ന ഒപ്പോയുടെ ഒരു മോഡലാണ് ഒപ്പോ K11. ഇതിൽ ഏതാണ്ട് പ്രൈസ് റേഞ്ച് വരുന്നത് ഏതാണ്ട് 25,000 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് എക്സ്പെക്റ്റഡ് ലോഞ്ച് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സ്നാപ്ഡ്രാഗൺ 782G പ്രൊസസ്സർ, 6.7 ഇഞ്ച് ഡിസ്പ്ലേ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്. ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറയാണ് റിയർ ക്യാമറയിൽ വരുന്നത്. 50 മെഗാ പിക്സൽ, പിന്നെ 8 മെഗാ പിക്സൽ, പിന്നെ ഒരു 2 മെഗാ പിക്സൽ. ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലാണ്. 8 GB റാം, 256 GB വേരിയൻറ്റിലും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ഭാഗം നോക്കുകയാണെങ്കിൽ 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പും 100 വാട്ട് ചാർജിങ്ങും ഇതിൽ വരുന്നുണ്ട്. പ്രൈസ് എക്സ്പെക്റ്റഡ് ലോഞ്ച് പ്രൈസ് വരുന്നത് 24,999 രൂപ. ജൂണിൽ ലോഞ്ച് ചെയ്യുന്ന മറ്റൊരു നല്ല ഫോണാണ് ഇൻഫിനിക്സ് GT20 Pro. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഏതാണ്ട് ഒരു 23,000 രൂപ റേഞ്ചാണ് എക്സ്പെക്റ്റഡ് ലോഞ്ച് പ്രൈസ് വരുന്നത്. ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മീഡിയാടെക് ഡിമെൻസിറ്റി 8200 അൾട്ടിമേറ്റ് പ്രൊസസ്സർ, 6.78 ഇഞ്ച് ഡിസ്പ്ലേ, 144 Hz റിഫ്രഷിംഗ് റേറ്റ്. ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ വരുന്നത്. അതിൽ തന്നെ 108 മെഗാ പിക്സലിൻ്റെ നല്ലൊരു ക്യാമറ പ്രൈമറി ക്യാമറയിൽ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലാണ്. 8 GB റാം, 256 GB വേരിയൻറ്റും. അതുപോലെ തന്നെ ബാറ്ററി ഭാഗം നോക്കുകയാണെങ്കിൽ 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പും 45 വാട്ട് ചാർജിങ്ങും ഇൻഫിനിക്സ് GT20 Proയിൽ വരുന്നുണ്ട്. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് പ്രൈസ് വരുന്നത് 22,999 രൂപ. ജൂൺ ഏതാണ്ട് ഫസ്റ്റ് വീക്കിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യതയുള്ളത്. ജൂണിൽ ലോഞ്ച് ചെയ്യുന്ന മറ്റൊരു ഫോണാണ് ടെക്നോ പോവ 6. ഇത് ഏതാണ്ട് ഒരു 15,000 രൂപ റേഞ്ചാണ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് പ്രൈസ് വരുന്നത്. ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, 6.78 ഇഞ്ച് ഡിസ്പ്ലേ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്. ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ 108 മെഗാ പിക്സലിൻ്റെ നല്ലൊരു പ്രൈമറി ക്യാമറ റിയർ ക്യാമറയിൽ വരുന്നുണ്ട്. 32 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. 8 GB റാം, 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജും, 6000 mAh ബാറ്ററി ബാക്കപ്പ്, 70 വാട്ട് ചാർജിങ്ങുമാണ് ടെക്നോ പോവ 6ൽ വരുന്നത്. എക്സ്പെക്റ്റഡ് ലോഞ്ച് പ്രൈസ് വരുന്നത് 14,999 രൂപ. അതുപോലെ ജൂണിൽ ലോഞ്ച് ചെയ്യുന്ന മോട്ടോറോളയുടെ നല്ലൊരു ഫോണാണ് മോട്ടോ G Play 2024. അത് ഒരു പ്രൈസ് റേഞ്ച് കുറഞ്ഞൊരു ഫോണാണ്. നമുക്കൊരു 10,000 രൂപയിൽ താഴെ വാങ്ങാൻ പറ്റിയ നല്ലൊരു ഫോണാണ് മോട്ടോ G Play 2024. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സ്നാപ്ഡ്രാഗൺ 680 പ്രൊസസ്സർ, 6.5 ഇഞ്ച് ഡിസ്പ്ലേ, 90 Hz റിഫ്രഷിംഗ് റേറ്റ്. ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലുണ്ട് റിയർ ക്യാമറ. ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 മെഗാ പിക്സലാണ്. 4 GB റാം, 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വേരിയൻറ്റും. അതുപോലെ 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, 15 വാട്ട് ചാർജിങ്. ഇതെല്ലാമാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് പ്രൈസ് വരുന്നത് 9,999 രൂപ. ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഒരു 10,000 രൂപ റേഞ്ചിൽ വാങ്ങാൻ പറ്റിയ മോട്ടോറോളയുടെ നല്ലൊരു ഫോണായിരിക്കും ഇത്.
അപ്പോൾ ഈ പറഞ്ഞ ഫോണുകളെല്ലാം ജൂണിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മറ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.